ലോകത്തിലുള്ള മുഴുവൻ ഭീകരവാദികൾക്കും അഭയം നൽകുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ അധംപതിച്ചിരിക്കുന്നു. ലോകത്തുള്ള സർവ്വ മനുഷ്യനെയും തുല്യനായിട്ട് കാണുന്ന എനിക്ക് പാകിസ്ഥാനിയെ ഇഷ്ടമാണ്. മാന്യമായ രീതിയിൽ ചെകിട്ടത്ത് ഒരടി കൊടുത്തിട്ട് പോകുന്നു, ഒന്നില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യനും കൂടെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയാണ്. അവരടി കിട്ടി, അത് നാട്ടുകാർ പരസ്യമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നാണക്കേടൊക്കെ ഉണ്ടാവും. എന്നാലും ആ കിട്ടിയത് കവിളും തുടച്ചങ്ങ് പോയാൽ വീട്ടിൽ പോയിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇത് എന്നെ അടിച്ചില്ലേ എന്നാൽ ഒരു കല്ലെടുത്തെങ്കിലും അറിയാമെന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. നമസ്കാരം, വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് മേൽ വിജയം നേടുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇന്ത്യയിലുള്ള ഓരോ പൗരനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആർമി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 26 ജീവനുകൾ പാകിസ്ഥാൻ ഭീകരരാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യ കഴിഞ്ഞ 14 ദിവസമായി മൗനത്തിലായിരുന്നു. പക്ഷേ അത് സുരക്ഷിതമായ ഒരു ആക്രമണം, ഒരു തിരിച്ചടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു ഇന്ത്യ എന്ന് വേണം കരുതാനായിട്ട്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമപാതകളെ എല്ലാം തകർത്തുകൊണ്ട്, വ്യോമ പ്രതിരോധങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് പാകിസ്ഥാനിലെ 8 നഗരങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെയുള്ള കൊടും ഭീകരരെ വധിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യൻ സേനയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക? ഇന്ത്യൻ സേനയ്ക്ക് എന്നുള്ളതല്ല, ഇത് ഈ 14 ദിവസം മൗനം പാലിച്ചു നിന്നപ്പം പല ആൾക്കാരും, പിന്നെ രാജ്യത്തിൻ്റെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുകൊണ്ടാണ് സർക്കാരൊന്നും നടപടിയെടുക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ പറഞ്ഞിരുന്നു. ഒരു മുന്നൊരുക്കം വേണം, ഒന്ന് തയ്യാറെടുപ്പ് വേണം. അടിക്കുമ്പം മർമ്മത്തടിക്കണം, അല്ലാതെ വെറുതെ തോണ്ടിയും പിടിച്ചിട്ട് അവിടെ നിന്ന് മല്ലയുദ്ധം പിടിച്ചുകൊണ്ട് ഒരു മണിക്കൂറുകളോളം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തലവെക്കാൻ പറ്റാത്ത പോലെയുള്ള അടിയെ കൊടുത്തത്. പിന്നെ മറ്റൊന്ന്, ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് വെച്ചാൽ അഭിമാനിക്കാം. പക്ഷേ ഇന്ത്യക്കാരൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ കേരളീയൻ എന്ന രീതിയിലോ മലപ്പുറത്തുകാരൻ എന്ന രീതിയിലോ ഒന്നും അഭിമാനിച്ച് അങ്ങനെ പരിമിതമായ സാഹചര്യത്തേക്ക് ചിന്തിക്കുന്ന ആളല്ലേ ഞാൻ. ലോകത്തുള്ള സർവ്വ മനുഷ്യനെയും തുല്യനായിട്ട് കാണുന്ന എനിക്ക് പാകിസ്ഥാനിയെ ഇഷ്ടമാണ്. പാകിസ്ഥാനികൾ എൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാം നല്ല മനുഷ്യർ. അവിടുത്തെ മനുഷ്യരെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ലോകത്തുള്ള മാനുഷിക ബോധമുള്ള പിന്നെ സഹൃദയരായ സർവ്വ മനുഷ്യർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. പാകിസ്ഥാനിലെയും നല്ല മനുഷ്യർക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. പാകിസ്ഥാനിലെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇന്ത്യക്കൊപ്പം 1947 സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന കെടുതികളുടെ, സാമ്പത്തിക തകർച്ചകളുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒരു ചികിത്സയ്ക്ക് ഇന്ത്യയിലേക്ക് വരേണ്ടി വരുന്ന അവസ്ഥയുടെ കാരണക്കാർ അവിടുത്തെ തീവ്രവാദ സംഘടനകളാണ്. ആ തീവ്രവാദത്തെ വേരോടെ എറിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ തീവ്രവാദ ആസ്ഥാനങ്ങൾ തകർത്തു കഴിഞ്ഞാൽ, മസൂദ് അസറിൻ്റെ കുടുംബത്തെ തകർത്ത പോലെ അവനെയും കൂടെ പിടിച്ചങ്ങ് ശരിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യനും കൂടെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയാണ്. അവരുടെ ജീവിത നിലവാരം പിന്നീട് ഉയരാൻ പോവുകയാണ്. ഇന്ത്യയുടെ ബജറ്റിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ പൈസ അലോക്കേറ്റ് ചെയ്യുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബജറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള റെയിൽവേ ബജറ്റ് പോലും എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാന്റെയും ബജറ്റിന്റെ മേജർ പാർട്ട് പോകുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. അവർ കടമെടുക്കുന്നത് പോലും ആയുധങ്ങൾ മേടിക്കാനാണ്. ലോക ബാങ്കിന്റെ മുമ്പിൽ കൈ നീട്ടുന്നത്, കാരണം മുട്ടുസൂചി മേടിക്കാൻ പൈസ ഇല്ല അവന്മാരുടെ അടുത്ത്. അപ്പോൾ ഈ തോക്ക് മേടിക്കണം, ഇത് മേടിക്കാൻ വേണ്ടി കൈ നീട്ടുന്നത്. ഈ പൈസ എവിടെ ചെലവഴിക്കപ്പെടേണ്ടതാ? അത് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതാണ്. നമുക്കാണെങ്കിലും അതിർത്തി ശാന്തമാണെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഇത്ര വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ഏറ്റവും പീസ്ഫുൾ രാജ്യങ്ങളായിട്ട് മാറുകയും ഹാപ്പി ഇൻഡെക്സിന് മുമ്പിലെത്തുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അവിടെ അതിർത്തി തർക്കങ്ങളില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവാം, വിസ വേണ്ട, ഒന്നും വേണ്ട, ബോർഡർ ഇഷ്യൂസ് ഇല്ല. അവിടെ നിന്നുള്ള തീവ്രവാദ അറ്റാക്ക് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിന് വേണ്ടി ഇത്രയും പൈസ ചെലവഴിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ആ പൈസ നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഈ നാട്ടിലെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പം നമ്മളെ മുമ്പിൽ മാർക്കുമില്ല, കാരണം നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചെലവഴിക്കുന്നത്, അക്രമത്തിന് വേണ്ടിയിട്ടല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് അല്ലെങ്കിൽ പരിശീലന കേന്ദ്രമായി പാകിസ്ഥാൻ അധംപതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതണം. അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള മുഴുവൻ ഭീകരവാദികൾക്കും അഭയം നൽകുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ അധംപതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ലോക രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാനായിട്ട് ഇല്ല എന്നുള്ളൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകര കേന്ദ്രങ്ങളിലാണെങ്കിൽ ഇന്നലെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഷെല്ലാക്രമണം നമ്മുടെ സിവിലിയന്മാർക്ക് നേരെയാണ്, അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക് നേരെയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ തിരിച്ചടി എന്താണെന്ന് വ്യക്തമായിട്ട് പറയാമോ? തിരിച്ചടിച്ചതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാമാബാദിൽ ഇപ്പോൾ സൈറൺ മുറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ തയ്യാറ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അപ്ഡേറ്റ്സ് സമയം മാറുകയാണ്. ഇന്നലെ നമ്മൾ ആ ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ട വാണിംഗും കൊടുത്തു. മസൂദ് അസറിൻ്റെ കേന്ദ്രം വരെ തകർത്തു. 9ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, പ്രത്യാക്രമണം നടത്തി. നമ്മൾ അവരുടെ എയർ ബോർഡർ പോലും മറികടക്കാതെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു താക്കീത് കൊടുത്തു. കൊടുക്കേണ്ട പണി കൊടുത്തു. 100 പേരെ ശരിയാക്കി വിട്ടു. എല്ലാം തീവ്രവാദികൾ, സാധാരണ പൗരന്മാരെ തൊട്ടില്ല.
അവരുടെ ആർമി കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല. മാന്യമായ രീതിയിൽ ചെകിട്ടത്ത് ഒരടി കൊടുത്തിട്ട് പോന്നു, കൊന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ചാവണം നിർബന്ധമാണെങ്കിൽ ഇപ്പം നമുക്ക് രക്ഷയൊന്നുമില്ല, കൊല്ലാതെ മാർഗ്ഗമൊന്നുമില്ല, നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ഇവർ തിരിച്ച് ചെയ്തത് എവിടെയാണ്? നമ്മളെ സാധാരണ സിവിലിയൻസിനെ കൊന്നത്, അവർ ആക്രമിച്ചത്. സാധാരണ സിവിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാക്രമിച്ച കേന്ദ്രങ്ങളിലുള്ളത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതാലോചിച്ച് നോക്കണം. അപ്പം ഇവർ ആദ്യത്തെ ദിവസം ജാതി മതം നോക്കി തെരഞ്ഞിട്ടാണല്ലോ കലിമയെല്ലാം പറഞ്ഞിട്ട് വന്നത്. പക്ഷെ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പം അവർ പിന്നെ കൊല്ലുന്നത് ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ വരെ കൊന്നു. അത് കൊന്നു കഴിഞ്ഞപ്പം ഇന്ത്യയിലെ സിവിലിയനെ തൊട്ടെ, മുസ്ലിമിനെയാണോ ഹിന്ദുവിനെയാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല വിഷയം, ഇന്ത്യൻ ജനതയാണ് തൊട്ടത്. തൊട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ചു. അത് മാത്രമല്ല, ഡിഫൻസ് മിനിസ്ട്രി വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. കാരണം ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കരുതിയത് ജയ്പൂര്, അമൃത്സർ, ശ്രീനഗർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മളെ ജയ്പൂർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മുടെ ആർമി കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ നിന്ന് സാധനം വിട്ടത്. ഒരൊറ്റ സാധനം ലക്ഷ്യത്തിലെത്തിയില്ല അവരെ വിട്ട സാധനങ്ങൾ. അതായത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അത്ര പെർഫെക്റ്റ് കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമി 14 ദിവസത്തെ സമയം എടുത്തത്. അത് ഒന്നും ലക്ഷ്യം കണ്ടുമില്ല. നമ്മൾ ഇവിടെ നിന്ന് വിട്ട ഒരൊറ്റ സാധനം പോലും ലക്ഷ്യത്തെത്താതെ വരുന്നില്ല. അവരുടെ എല്ലാ സാധനങ്ങളും തകർത്ത് കളഞ്ഞു. പെഷവാറിൽ അറ്റാക്ക് ചെയ്തു, കറാച്ചിയിൽ അറ്റാക്ക് ചെയ്തു, അവരുടെ സ്റ്റേഡിയം തകർത്തു, ഇസ്ലാമാബാദിലും അപായ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റാവൽപിണ്ടിയിൽ അറ്റാക്ക് ചെയ്തു. എന്താ ചെയ്യുന്നത്? ഇതായത് ഇപ്പോൾ ഇന്ത്യയിലെ ബോംബെയും കൽക്കത്തയും മദ്രാസും ചെന്നൈ, അതേപോലെ ബാംഗ്ലൂരും ദില്ലിയും ഒക്കെ ഒരേ സമയം മണിക്കൂറുകൾക്കുള്ളിൽ അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഇതിൻ്റെ ഭീകരത. അവരുടെ ഹൃദയ നഗരങ്ങളാണ് തകരുന്നത്. ആ ഹൃദയ നഗരങ്ങളിൽ തകരുമ്പോൾ പോലും ഇപ്പോഴും ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട് സിവിലിയൻസിനെ പരമാവധി തൊടാതിരിക്കാൻ. പക്ഷേ അവരുടെ ആർമി കേന്ദ്രങ്ങൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു. ഈ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് സാധനം വിട്ടാലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എയർ വഴിയുള്ള ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് പറ്റിയതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലുള്ളത് കാലഹരണപ്പെട്ട ആയുധങ്ങളാണ്. അതായത് ചൈന പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുമ്പം, അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പം അവരെടുത്തുള്ള ഓൾഡ് സ്റ്റോക്ക് വിറ്റടിച്ചതാണ്. സ്ക്രാപ്പ് ചെയ്തിട്ട് നമ്മൾ കാണത്തില്ലേ, കട കാലിയാക്കുന്നു എന്ന് പറഞ്ഞ ബോർഡ് കാണത്തില്ലേ, ഇവന്മാർ കട കാലിയാക്കിയതാണ്. അതല്ല, ഈ പൊട്ടന്മാർ പോയിട്ട് മേടിച്ചിവിടെ വെച്ചു. അതുകൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തകർക്കുമ്പം നമ്മൾ വിട്ട ഈ ഡ്രോണുകളൊന്നും ഒറ്റൊന്നുപോലും അവർക്ക് തകർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെല്ലാം ലക്ഷ്യത്തിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് തകർന്നു. അവർ മേടിച്ചു വെച്ച സാധനം ഇവന്മാർ ശരിക്കും പറ്റിച്ചു. ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആൾക്കാരല്ലേ. ചൈന ഈ യുദ്ധത്തിനകത്ത് ഇന്ത്യയെ വെറുപ്പിക്കാൻ നിൽക്കത്തില്ല. ഇവർക്ക് ആകെ സപ്പോർട്ടീവായിട്ട് പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നത് ചൈനയും തുർക്കിയും മാത്രമാണ് ലോകരാജ്യങ്ങളിൽ. ഈ 2 പ്രഖ്യാപനങ്ങളും വെറുതെ ആയിപ്പോവും. സൗദി അറേബ്യ മിണ്ടുന്നില്ല, UAE മിണ്ടുന്നില്ല, ബഹ്റൈൻ മിണ്ടുന്നില്ല, അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ഹിസ്ബുള്ള മിണ്ടുന്നില്ല ലെബനനിൽ നിന്ന്. വേണ്ട, ഇവര് പിന്നെ ഇറാൻ മിണ്ടുന്നില്ല. ഇറാൻ എന്ത് ചെയ്യാൻ? ഇറാൻ സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവര് ഇസ്മായിൽ ഹാനിയെ അവരെ നാട്ടിൽ നിന്നാണ് കൊന്നത്. ഇറാനിലെ നേതാക്കളെ അവരെ നാട്ടിൽ നിന്നാണ് കൊന്നത്, കമാൻഡറെ കൊന്നത്. അവിടെ നിൽക്കുമ്പോൾ അവർ ഇസ്രായേലുമായിട്ട് തോണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാൻ വയ്യ. ഇറാന് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അവരുടെയും കൂടി സഹായിയാണ്, അവരുടെ പിന്നെ വലങ്കയാണ് പാകിസ്ഥാൻ. ഈ തീവ്രവാദികൾക്കെല്ലാം അഭയം കൊടുക്കുന്നത് ഇറാനും പാകിസ്ഥാനും തുർക്കിയൊക്കെ തമ്മിലുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അറബ് രാജ്യങ്ങൾക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല, അങ്ങനെ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക്. അങ്ങനെ വരുമ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവർക്ക് വേറെ സപ്പോർട്ട് കിട്ടാനില്ല. ഈജിപ്ത് ഇടപെടത്തില്ല, ഒന്നും ഇടപെടില്ല. മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും UAEയും ഇസ്രായേലും ചേർന്ന ഒരു സഖ്യമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്രപരമായ സഖ്യമാണ്, യുദ്ധപരമായ സഖ്യമാണ്. ആ സഖ്യം അവിടെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന് ഫോർഡ് സഖ്യമല്ലേ, ഇന്ത്യയും ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, പിന്നെ അമേരിക്ക ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള സഖ്യം. ഉത്തര കൊറിയയും ചൈനയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സഖ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് ലോകത്തുള്ള ഏറ്റവും സുപ്രധാനമായ എല്ലാ സഖ്യങ്ങളിലും ഇന്ത്യ പങ്കാളിയാണ്. യൂറോപ്യൻ യൂണിയനിൽ മാത്രമേ ഉള്ളൂ പോകാൻ പറ്റാത്തത്, ബാക്കി അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. വേറെ ഒന്നും കൂടെ ആലോചിക്കണം, ഇന്ത്യക്ക് ഈ ജിയോ പൊളിറ്റിക്സിലുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഹൂതികളുടെ വിഷയം നോക്കിയാൽ മതി. സുയസ് കനാൽ വഴിയുള്ള ഷിപ്മെൻറ്റുകൾ ഹൂതികൾ തകർക്കാൻ തുടങ്ങിയപ്പോൾ ബഹ്റിൻ ഉൾപ്പെടെയുള്ള സഖ്യമാണ് ഹൂതികൾക്കെതിരെ തിരിഞ്ഞത്. ആ സമയത്ത് ഷിപ്മെൻറ്റുകളെ തകർക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അതിനകത്ത് ഇടപെട്ടത് ഇന്ത്യയാണ്. പിന്നെ ഇന്ത്യൻ നേവി അങ്ങോട്ട് പോയി. അതായത് ലോകത്തെ സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളത്. പണ്ട് ഈ പണിയൊക്കെ എടുത്തിരുന്ന അമേരിക്ക, റഷ്യ 2 ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ ഇന്ത്യ നോട്ടറാണ്. ഇന്ത്യക്ക് എതിരായിട്ടുള്ളൊരു സമീപനത്തിന് ഇവർ നിൽക്കത്തില്ല, ചൈന നിൽക്കത്തില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ബയറൊന്നുമല്ല. ഈ ആയുധം മേടിക്കുക എന്നല്ലാതെ അവർക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത പാവങ്ങളാണ് അവിടെ ജീവിക്കുന്നവരിലേറെ. നമ്മളെ നാട്ടിൽ ഇവിടെ ചായ അടിക്കാൻ വരുന്നതിൻ്റെ കയ്യിൽ
എൻ്റെ അടുത്ത് സിബിയുടെ അടുത്തുള്ളതിനേക്കാളും നല്ല ഫോൺ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അവൻ ആ ഫോൺ 6 മാസം കഴിയുമ്പോൾ പുതിയ മോഡൽ ഇറങ്ങുമ്പം മറ്റേത് കൊടുത്തിട്ട് ഇപ്പം പുതിയത് മേടിക്കും. അവൻ അതിനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട്. അവിടെയുള്ള മനുഷ്യന് പഴയ നോക്കിയ ഫോണും കൊണ്ട് ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ. അവർക്ക് ഒന്നും മേടിക്കാനുള്ള ഇതില്ല. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള അവരുടെ പ്രൊഡക്ട്സ് ഒന്നും വിൽക്കാൻ പറ്റിയ മാർക്കറ്റല്ല പാകിസ്ഥാൻ. ഇതോടുകൂടി കൂടുതൽ തകരുക. ഇന്ത്യയെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. അമേരിക്കയുമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ വാണിജ്യ നയങ്ങളൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ടാക്സ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് റിലയബിൾ ആയിട്ടുള്ള അവർ ഉണ്ടാക്കി വെച്ച സാധനം എവിടെയും കൊണ്ട് വിൽക്കണ്ടേ? അതിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ വെറുപ്പിക്കാൻ നിൽക്കുമോ? ഒരിക്കലും. പിന്നെ തകർന്ന പാകിസ്ഥാനെ കൂടെ നിന്നിട്ട് അവനെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്കെതിരൊന്നും ആവുന്നത് മാത്രമല്ല, ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ ഇപ്പൊ ചൈനയ്ക്കും കഴിയില്ലെന്നേ. ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. മറ്റേ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലോകരാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയെ വെറുപ്പിക്കാനായിട്ട് തയ്യാറാവില്ല എന്നുള്ള വസ്തുതയുണ്ട്. അതുകൂടാതെ തന്നെ ലോക കമ്പോളത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ഇന്ത്യ എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങൾ പലതും നമ്മളെ വെറുപ്പിക്കാനായിട്ട് നിൽക്കത്തില്ല. പക്ഷേ പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലത്തെ യുദ്ധ അടവ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു MP പാർലമെന്റിൽ കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയെന്ന് പറയുമ്പോൾ ഏകദേശം പാകിസ്ഥാന്റെ തകർച്ച പൂർത്തിയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് കൂടാണ്ട് തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ പറയും, ഈ പാകിസ്ഥാനെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക എന്നുള്ള സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടോ? ഞാൻ ആദ്യം കരുതിയത് ഫസ്റ്റ് അറ്റാക്കോട് കൂടിയിട്ട് ഇത് അവസാനിക്കും, അവിടെ വെച്ച് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇവന് ഒരടി കിട്ടി, നാട്ടുകാരെല്ലാം കണ്ടു. ഷെല്ലാക്രമണത്തിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരടി കിട്ടി, അത് നാട്ടുകാർ പരസ്യമായിട്ട് കിട്ടി കഴിയുമ്പോൾ നാണക്കേടൊക്കെ ഉണ്ടാവും. എന്നാലും ആ കിട്ടിയത് കൗളും തുടച്ചങ്ങ് പോയാൽ വീട്ടിൽ പോയിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇത് എന്നെ അടിച്ചില്ലേ എന്നാൽ ഒരു കല്ലെടുത്തെങ്കിലും അറിയാമെന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പാവങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പം ഇവന്റെ വീട്ടിൽ കയറിയിട്ട് തീയിടുക. ഇപ്പൊ നെഞ്ചത്താ ചവിട്ടുന്നത്. ഇവരെന്തോന്നറിയോ, ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ഇവരുടെ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ചൈനയുടെ എക്യുപ്മെന്റ്സിനെ കണ്ടടച്ച് വിശ്വസിച്ചു, ഈ ആം എക്യുപ്മെന്റ്സിനെ. അതേപോലെ തന്നെ വേറൊന്ന്, ഇപ്പം MP പാർലമെന്റിൽ കരയാന്ന് പറയുമ്പം ജനം തെരുവിലിറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ജനകീയമായിട്ട് വലിയ പ്രതിരോധം ഉണ്ടാവും. നമ്മളിത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ മുൻകൂട്ടി നമ്മൾ പ്രവചിച്ച കാര്യമാണ്. നമ്മൾ പറഞ്ഞു യുദ്ധം തുടങ്ങി സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധത്തിലേക്ക് പോയാൽ നമ്മൾ അന്ന് പറഞ്ഞത് ഏകദേശം 10 ദിവസം മുമ്പ് നമ്മൾ 15 ദിവസം മുമ്പ് നമ്മൾ പിന്നെ തൊട്ടടുത്ത ദിവസം പഹൽഗാമിലെ ആക്രമണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ ബലൂചിസ്ഥാൻ വേർപെട്ട് പാകിസ്ഥാൻ രണ്ടായിട്ട് പിരിക്കും ഇന്ത്യ. മാത്രമല്ല ഈ ഒരു പക്ഷേ പാകിസ്ഥാനിൽ ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനെ വരെ അവരോധിച്ചു എന്ന് വരും. അതിനുള്ള സാധ്യതകൾ എന്താണ്? അതിനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിലെ ജനത അവിടെ നല്ല മെഡിക്കൽ ഫെസിലിറ്റി പോലും ഇല്ല. സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അവർക്ക് TT ചെയ്യുന്നവർക്ക് വരെ വിസ അനുവദിച്ചു കൊടുക്കുമായിരുന്നു ഇവിടെ ചികിത്സിക്കാൻ വേണ്ടി. കാരണം അവർക്ക് ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ UK ഒന്നും പോയിട്ട് ചികിത്സിക്കാനുള്ളതില്ല. സത്യത്തിൽ സങ്കടമുണ്ട്. ഇപ്പം നമ്മൾ ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ പാക് പൗരന്മാരോടും വിട്ടുപോകാൻ പറയുമ്പം ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ വന്ന ഒരു ആശുപത്രി വന്ന് ഓൾറെഡി ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. ആ പാവങ്ങൾക്ക് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും. അതിന് ഉത്തരവാദികൾ ഈ ഭീകരവാദികളാണ്. ഈ ഭീകരവാദികളെ വളർത്തിയത് പാക് സൈന്യവും പാക് സർക്കാരുകളുമാണ് മാറി മാറി വരുന്നത്. അധികാരത്തിലേറിയ കാലം, സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് തുടങ്ങിയതല്ലേ. ഇതോട് കൂടിയിട്ട് പാകിസ്ഥാൻ്റെ ഈ ആം എക്യുപ്മെൻറ്റ്സിനെ മുഴുവൻ നിർവീര്യമാക്കി കഴിഞ്ഞാൽ എല്ലാം തകർത്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കും ബജറ്റിൽ ഇത്രയും പൈസ ഇതിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചൈനയുള്ളൂ, ചൈന വന്നാൽ അപ്പോൾ നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 രാജ്യങ്ങളും വികസിക്കുന്നേ. 2 രാജ്യങ്ങളും ഒന്നും കൂടി വികസിക്കും. ഇന്ത്യ ഇപ്പോഴേ വികസനത്തിൻ്റെ പാതയിലാണ്. അവർക്കും നന്നായിട്ട് പോകാൻ പറ്റും. കാരണം ഇതിനു വേണ്ടിയിട്ട് ഈ ചൊറിയാനും യുദ്ധം നടത്താനും ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് ജീവിക്കേണ്ട പൈസ എടുത്ത് ചെലവഴിക്കുന്നത്. 2 വെള്ളപ്പൊക്ക സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിലും. ഇന്ത്യ ജലയുദ്ധവും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഡാമിൽ നിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതും നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ്. അടുത്തത് ഇപ്പം MP അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, രക്ഷിക്കട്ടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ അവിടെ നിരപരാധികളായ ജനങ്ങൾ ഇതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സംഭവത്തോടു കൂടി പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു 2ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യം നേടി ഈ ഭീകരവാദികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആകെ അങ്കലാപ്പില്ല. അവരെ ക്രിക്കറ്റ് മത്സരം മാറ്റി വെച്ചു, വേറെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. ഇപ്പൊ ക്രിക്കറ്റ് കളി കാണാൻ ഇനി ആളെ കിട്ടുമോ? ആൾക്കാർ ജീവനെ പിടിച്ചിരിക്കുമ്പോൾ ഇത് కొంచెం കണ്ടുകൊണ്ടിരിക്കുമോ? നമ്മൾ സിനിമയ്ക്ക് പോവോ? ഒന്നും കാണാൻ പറ്റത്തില്ല. ഒന്നിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കാരണം ഇത് ചോദിച്ചു വാങ്ങിയ യുദ്ധമാണെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് നമ്മളെ 2020 പോലെയുള്ള അവരുടെ ക്രിക്കറ്റ് മത്സരങ്ങൾക്കകത്ത് ഉള്ള ഇംഗ്ലണ്ടിൻ്റെ താരങ്ങളൊക്കെ അവർക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മറ്റൊന്ന്, അമേരിക്ക അവരുടെ പൗരന്മാരോട് ഇവാക്വേഷൻ ഗവൺമെന്റിന് മുൻകൈ എടുത്തപ്പോൾ നടത്താൻ പറ്റില്ല. കാരണം വ്യോമ മാർഗങ്ങളെല്ലാം അടച്ചു.
എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് പോരാൻ പറ്റുമെങ്കിൽ പോരുക, ഇല്ലെങ്കിൽ നിങ്ങൾ ബങ്കറുകളിൽ കഴിയുക എന്നുള്ള നിർദ്ദേശം കൊടുത്തു. US അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോക്ക് അപകടത്തിലേക്കാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും. കാരണം ലോകരാജ്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ വിവരങ്ങൾ ധരിപ്പിക്കാനായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. പെഹൽഗാം ആക്രമണത്തിന് മുമ്പ് ആ സമയത്തോടു കൂടി തന്നെ ഈ ടൈമിങ് കറക്റ്റ് ആണല്ലോ. കാരണം അർദ്ധരാത്രി, നമ്മൾ ഈ രാത്രി 1 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ മറ്റിടത്തൊക്കെ നല്ല ഉണർന്നിരിക്കുന്ന സമയമാണ്. UAE-യും സൗദിയെയും അതേപോലെ UK, ഫ്രാൻസ്, US തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അടുത്ത ദിവസങ്ങളായിട്ട് 10-40ഓളം രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട്. അത് അങ്ങനെ വരുമ്പം ഇത് കൺവിൻസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, കൺവിൻസ് ചെയ്യുക. ഞങ്ങൾ അടിക്കും, ഇന്ന കാരണം കൊണ്ട് യു ഷുഡ് നോട്ട് ഇന്റർഫെയർ എന്നുള്ളതാണ് പറയുന്നതിനകത്ത്. ഇപ്പം ഇറാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ ഗതികേട് അത് തന്നെയാണ്. പണ്ടത്തെ സ്ഥിതിയിലാണെങ്കിൽ ഇറാൻ എന്ത് പറയും? പാകിസ്ഥാനെ തൊട്ടാൽ ഞങ്ങളും കയറി ഇന്ത്യ അടിക്കുമെന്ന് പറയും. ഇപ്പം അത് പറയാൻ വയ്യ. സാരമില്ല, അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കുന്നത് പറയാൻ വരുന്ന ഇപ്പം. അതിനാണ് ഇപ്പം ഇന്ത്യയിലേക്ക് വന്നത് ഇവരുടെ നയതന്ത്ര പ്രതിനിധിയൊക്കെ. പിന്നെ ഉള്ളത് പുട്ടിനാ. ഇപ്പം റഷ്യ സഹായിക്കുന്നു കണ്ടിരിക്കുക ഇവര്. പുട്ടിന് എന്ത് സഹായിക്കും? പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ്റെ നിർണായക ഘട്ടത്തിൽ ഈ അവർക്ക് സാമ്പത്തിക ഉപരോധം ലോകമാകമാനം വന്നു കഴിഞ്ഞ സമയത്ത്, ഈ യുക്രൈൻ യുദ്ധത്തിന് ശേഷം അവരുടെ ക്രൂഡ് മേടിക്കാൻ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ക്രൂഡ് മേടിച്ചു. അതിൽ മറ്റ് പല രാജ്യങ്ങൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ. സെലൻസ്കിക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്താ ചെയ്തത്? വീട് കത്തുന്ന സമയത്ത് അങ്ങ് വാഴ വെട്ടിയതാ. കാരണം ഇവൻ്റെ സാധനം മേടിക്കാൻ ആരുമില്ല. അപ്പോൾ ഇവൻ 50 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം 25 രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് അങ്ങ് മേടിച്ച് വെച്ചു. കാരണം ഇന്ത്യക്ക് ഈ സാധനം പ്രൊഡക്ഷൻ ഇല്ല ഇവിടെ. അടുത്തത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇടപെടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, സിരി നേരത്തെ പറഞ്ഞ പോലെ, റോ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്ന്. ഈ റോ മെറ്റീരിയൽസ് കൊണ്ട് അവരുടെ ഫൈനൽ പ്രൊഡക്ട്സ് തിരിച്ച് വിൽക്കാൻ പറ്റുന്നത് ഇന്ത്യയിൽ തന്നെ. അങ്ങനെയാണ്. അവർ ബയറുമാണ് സെല്ലറുമാണ്. രണ്ട് തരത്തിലും അവർക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യണം. കാരണം അതിന് കാരണം ഇന്ത്യയുടെ ഒരു വലുപ്പവും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വൈവിധ്യവുമാണ്. അവിടെ സാമ്പത്തിക സ്ഥിരത നേടിയ ജനത എന്നൊക്കെ നമുക്ക് പറയാനും സാധിക്കും. കാരണം വലിയൊരു പർച്ചേസ് മാർക്കറ്റ് ഇന്ത്യയിലുണ്ട് വിവിധ സിറ്റികളിലായിട്ട്. അത് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ നിൽക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യങ്ങളിൽ മുഴുവൻ ഇന്ത്യയുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ പഴയ ഇന്ത്യ അല്ലല്ലോ. പഴയ ഇന്ത്യയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പം സൂയസ് കനാലിൻ്റെ ഇഷ്യൂ ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ഹൈലൈറ്റ് ചെയ്തത്. മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഇന്ത്യ അങ്ങോട്ട് വിട്ടെ. പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് അമേരിക്ക പോയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 5 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നമ്മൾ സാധാരണ സെക്യൂരിറ്റികൾ ഇങ്ങനെ ഹയർ ചെയ്യാറുണ്ട് അല്ലേ, ഈ സംഭവം ചെയ്യാറുണ്ട്. ഇപ്പൊ ബാങ്കുകളൊക്കെ ATM കൗണ്ടറിന്റെ മുമ്പിൽ അവർ ഏതെങ്കിലും കമ്പനിക്ക് കരാർ കൊടുക്കും. ഇങ്ങനെ സ്വന്തം രാജ്യത്തിന്റെ സെക്യൂരിറ്റി സംവിധാനം കരാർ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഖത്തറും പല രാജ്യങ്ങളും ഒക്കെ ഉള്ളത്. അമേരിക്കൻ ആർമിയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ഞാൻ പറയുന്ന നാളെ ഇന്ത്യ ആ മേഖലയിലേക്ക് പോലും ഇറങ്ങാൻ പറ്റും. കാരണം ഇന്ത്യക്ക് ഇത്രയും വലിയ ആർമിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സെക്യൂരിറ്റി സംവിധാനത്തിന് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇസ്രായേൽ നിരുപാധികമായ പിന്തുണയാണ് ഇന്ത്യക്ക് പ്രഖ്യാപിച്ചത്. തിരിച്ച് ഇസ്രായേൽ ഹമാസ് വിഷയത്തിനകത്ത് നമ്മൾ കൊടുത്തത് എന്താ? നമ്മൾ 2 കൂട്ടരോടും തുല്യ സമീപനമാണ് സ്വീകരിച്ചത്. നമ്മൾ അങ്ങനെ ആരെയും വെറുപ്പിക്കാതെ എടുത്തത്. അതേസമയം ഇവർ നമ്മൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് പ്രഖ്യാപിക്കുക, ഇന്ത്യയോടൊപ്പം എന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൃത്യമാണ്. പിന്നെ തുർക്കിയാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ഒന്ന്. ആകെ തുർക്കി അവർക്ക് പിന്നെ വി ആർ വിത്ത് പാകിസ്ഥാൻ എന്ന് പറയാതെ പറഞ്ഞത്. തുർക്കി അങ്ങനെ വഴി കൂടെ പോകാൻ കഴിയില്ല. കാരണം തുർക്കിക്ക് റഷ്യ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. തുർക്കി ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അവിടെ ഒരു ഭരണകൂട ഭീകരത നടക്കുന്ന സ്ഥലമാണ്. ഒരു ജാസ്മിൻ റവല്യൂഷൻ അടുത്ത് നടക്കാൻ പോകുന്നത് തുർക്കിയിലാണ്, അതിൽ സംശയമൊന്നുമില്ല. തുർക്കിയിലും സിറിയയിലുമാണ് ഇനി നടക്കാൻ പോകുന്നത്. ലിബിയയിലും ഈജിപ്തിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഇന്ത്യ ഒറ്റയ്ക്കല്ല. ട്രംപ് പറയുന്നു മൈ ഫ്രണ്ട് മോദി എന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെയും താല്പര്യം എന്താ? അമേരിക്കയും 5 രൂപ കൊടുത്താൽ ചൈന, ഈ പറഞ്ഞ പോലെ ചൈനയാണെങ്കിലും അമേരിക്കയാണെന്നുണ്ടെങ്കിലും 5 രൂപ കൊടുത്താൽ 6 രൂപ കിട്ടണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്നവരാ. 5 രൂപ കൊടുത്താൽ 2 രൂപ പോലും തരാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ വേണോ അതോ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ ഇനി 5 കൊടുത്തിട്ട് 5 കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്ത്യയുമായിട്ട് ഒരു നല്ല ഹെൽത്തി റിലേഷൻ തുടരണമെന്നുള്ളതാണ്. അപ്പോൾ റഷ്യ ഇന്ത്യയെ വെറുപ്പിക്കില്ല, അമേരിക്ക ഇന്ത്യയെ വെറുപ്പിക്കില്ല. UAE-യും സൗദിയും ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ ഭയപ്പെടുന്നതാണ്. കാരണം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ വ്യവസ്ഥകൾ, എല്ലായിടത്തും രാജഭരണമാണ്. അപ്പം അവിടെ അങ്ങനെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായത്.
ഇത് കത്തിപ്പടരുന്ന ഒരു സാധനമാണല്ലോ. അപ്പം ഇവർക്കിടയിൽ പോലും അന്തഛിദ്രം ഉണ്ടാക്കാൻ ഒരു പക്ഷേ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ നാളെ ശ്രമിക്കുമെന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് തന്നെ UAEയും ബഹ്റിനും സൗദി ഇവരെ എൻ്റർടൈൻ ചെയ്യില്ല. ഖത്തറിന് മറ്റ് ചില താല്പര്യങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് അവർ ചില കളികളൊക്കെ പണ്ട് കളിച്ചത്. ഇപ്പോൾ ആ കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തും ബഹ്റിനും സൗദി അറേബ്യയും UAEയും അവർക്കെതിരെ ഉപരോധം നടത്തിയല്ലോ കുറേ കാലം. തീർച്ചയായിട്ടും കുടുങ്ങിപ്പോയല്ലോ. പിന്നെ വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്കല്ലേ ഡൊണാൾഡ് ട്രംപാണ് അതും പരിഹരിക്കുന്നത്. അപ്പോൾ ഖത്തറും ഇപ്പം മിണ്ടില്ല. കാരണം അവന്മാരെ സ്വന്തം മിലിറ്ററി പോലും ഈ അമേരിക്കയൊക്കെ എന്താ ചെയ്യുന്നത്, അറബ് രാജ്യങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സാധനം കൊടുക്കും, എക്യുപ്മെന്റ്സ് കൊടുക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ അവർക്ക് അറിയില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ആളെ കൊടുക്കേണ്ടി വരും. പാകിസ്ഥാന്റെ ഗതി എന്തായിരിക്കുമെന്ന് പാകിസ്ഥാൻ തന്നെ തീരുമാനിക്കട്ടെ. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തോടൊക്കെ ഏറ്റുമുട്ടാൻ വരുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ആ MP പറഞ്ഞതുപോലെ ദൈവം അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.